Hi students, we are going to discuss a few of the things that we left out in module 2. First one is equipartition of energy. The theory of equipartition of energy states that molecules in thermal equilibrium have the same average energy associated with each independent degrees of freedom of their motion and that the energy is half kBT. ഓക്കെ, നമുക്ക് സാധാരണ ഒരു മോളിക്യൂൾ, ഒരു മോണോ ആറ്റോമിക് മോളിക്യൂൾ ആകുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഹാസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ഏത് ഡയറക്ഷനിലേക്കും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷനിൽ ഏത് ദിശയിലേക്കും അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു മോണോആറ്റോമിക് ഗ്യാസ് അല്ലെങ്കിൽ ഒരു മോണോആറ്റോമിക് പാർട്ടിക്കിൾ അപ്പം അതിൻ്റെ ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്കും അതിൻ്റെ അകത്തുള്ള അതിൻ്റെ എനർജി എന്ന് പറയുന്നത് അത് ഹാഫ് kBT ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു മോണോആറ്റോമിക് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോർ ദ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഫോർ സച്ച് എൻ ഐഡിയൽ മോണോആറ്റോമിക് ഗ്യാസിന് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 3/2 kBT ആയിരിക്കും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഫോർ എക്സാമ്പിൾ നമ്മൾ XYZ എന്ന് പറയുന്ന 3 കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും Z ഡയറക്ഷനിലും ഇതിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു എനർജി ദാറ്റ് വിൽ ബി ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഹാഫ് KX T ഈക്വൽ ടു ഹാഫ് KYT ഈസ് ഈക്വൽ ടു ഹാഫ് KZT. അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലേക്കാണെങ്കിലും Y ഡയറക്ഷനിലേക്കാണെങ്കിലും Z ഡയറക്ഷനിലേക്കാണെങ്കിലും എല്ലാം അതിൻ്റെ വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് ഹാഫ് kBT, വേർ KB ഈസ് ദ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് T ഈസ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇതാണ് ദ ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. നമ്മൾ ഓൾറെഡി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഇനി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമുക്ക് കിട്ടിയ ഒരു എക്സ്പ്രഷനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. T, the temperature T is equal to 2n/3nr within the parenthesis half m average W square അല്ലേ. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ T ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ ആറ്റംസ് ഇൻ ദ ഐഡിയൽ ഗ്യാസ്. അതാണ് ആ ഒരു കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. നമുക്ക് ടെമ്പറേച്ചറിനെ നമുക്ക് കൈനറ്റിക് എനർജിയായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർ യു ക്യാൻ ഡയറക്റ്റ്ലി കണക്ട് യുവർ ടെമ്പറേച്ചർ വിത്ത് ദ കൈനറ്റിക് എനർജി. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അത് ജസ്റ്റ് ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ഒന്നും കൂടി മെൻഷൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ കിട്ടിയ ഒരു റിസൾട്ടിൻ്റെ അതിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന വെലോസിറ്റി, അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആവറേജ് ആണ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ മീൻ സ്ക്വയർ ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് കണ്ടുപിടിക്കാം. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നേരത്തെ അറിയാം, ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 kBT ആണ്. നമ്മൾ നേരത്തെ കണ്ടു, ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയിൽ നിന്ന് കിട്ടിയൊരു റിസൾട്ടാണ് ഹാഫ് m ആവറേജ് W സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/2 kBT. സോ ദ RMS സ്പീഡ് അതിൻ്റെ ഒരു റൂട്ട് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മീനും സ്ക്വയറും ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഉണ്ട്, അത് നമുക്ക് കൈനറ്റിക് എനർജിൻ്റെ എക്സ്പ്രഷനിലുണ്ട്. അതിൻ്റെ സ്ക്വയർ റൂട്ട് കൂടി എടുത്തു കഴിയുമ്പോഴേ നമുക്ക് കിട്ടും RMS സ്പീഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 kBT ബൈ സ്മോൾ m, or you can also rewrite it in terms of universal gas constant and molar mass capital M as square root of 3RT by capital M. Okay, so you can use any of this formula. നമുക്ക് പലപ്പോഴും ഇതിൻ്റെ അകത്ത് പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളിത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങളതൊക്കെ
ചെയ്ത് പ്രാക്ടീസ്. Another concept we have to know, or you already know, is reversible and irreversible processes. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് എ പ്രോസസ് ഈസ് സെറ്റ് ടു ബി റിവേഴ്സിബിൾ ഇഫ് ഇറ്റ് ക്യാൻ ബി റീട്രേസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ എക്സാക്ട്ലി ദ സെയിം സ്റ്റേറ്റ് ഇൻ ഓൾ റെസ്പെക്ട് ആസ് ഇൻ ദ ഡയറക്റ്റ് പ്രോസസ്സ് അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഐയിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റ് എഫിലേക്ക് നമ്മളെത്തി. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഫൈനൽ സ്റ്റേറ്റ് എഫിൽ നിന്ന് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ഐയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇഫ് ദ പ്രോസസ് റീട്രേസ് ദ സെയിം പാത്ത് ഓർ ദ സെയിം ഡയറക്ഷൻ ദെൻ വി കോൾ ഇറ്റ് ആസ് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോസസ്സും എന്തല്ല റിവേഴ്സിബിൾ പ്രോസസ്സ് അല്ല. അപ്പം ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓർ എനർജി ട്രാൻസ്ഫേർഡ് വിൽ ബി ദ സെയിം ഇൻ ദ ഡയറക്റ്റ് ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുകയാണ്, ഐ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിൽ സംഭവിക്കുന്ന എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ, അപ്പം ദാറ്റ് വിൽ ബി ദ സെയിം ഇൻ ദ ഡയറക്റ്റ് ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്സ്. One of the example is when a gas expands inside a cylinder, work is done by the gas and cooling is produced. Okay, when the same gas is compressed, work is done on the gas and heating is produced. Okay, അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ്സ് ആവണമെങ്കിൽ വൺ ഈസ് ദ പ്രോസസ് ഷുഡ് ടേക്ക് പ്ലേസ് അറ്റ് എക്സ്ട്രീംലി സ്ലോ റേറ്റ്. Okay, and there should be any loss of heat due to friction or radiation. Okay, first one is the process should take place at extremely slow rate. Second is there should not be any loss of heat due to friction or റേഡിയേഷൻ. വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് റേഡിയേഷൻ വഴിയോ അതല്ലെങ്കിൽ ഫ്രിക്ഷൻ വഴിയോ ഉള്ള ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം മസ്റ്റ് നോട്ട് ഡിഫർ മച്ച് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്. ഓക്കെ, ഇതിൽ രണ്ടാമത് ഞാൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ദർ ഷുഡ് നോട്ട് ബി എന്നാണ് എഴുതേണ്ടത്. ദർ ഷുഡ് ബി എന്നുള്ളതല്ല, ദർ ഷുഡ് നോട്ട് ബി. ഓക്കെ, ആ രണ്ടാമത്തെ കണ്ടീഷൻ അത് നിങ്ങൾ മാറ്റി വായിക്കണം കേട്ടോ. Now the irreversible process. A process is said to be irreversible if it cannot be retraced back exactly in the opposite direction. നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സിബിൾ പ്രോസസ്സിന് നമ്മൾ പറഞ്ഞത് ഒരു പ്രോസസ്സ് ഐയിൽ നിന്ന് എഫിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ് അത് എഫിൽ നിന്ന് ഐയിലേക്ക് പോകുമ്പോൾ അത് സെയിം പാത്ത് റീട്രേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് റിവേഴ്സിബിൾ പ്രോസസ്സാണെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് കണ്ടീഷൻസും പറഞ്ഞു. ഇനി അതല്ലാതെ നമ്മൾ ഐയിൽ നിന്ന് ഐ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എഫ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് വന്നു അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അതിൽ സെയിം പാത്ത് റീട്രേസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നമ്മളെന്ത് പറയും? ഇറ്റ് ഈസ് കോൾഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, നമ്മൾ നാച്ചുറൽ സംഭവിക്കുന്ന ഒട്ടുമിക്കവാറും എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു പാത്ത് ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അതിൻ്റെ റിവേഴ്സ് ചെയ്യുമ്പം സെയിം പാത്തിലേക്ക് കൂടി നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ദർ ഷുഡ് ബി സം ലോസ് ഓഫ് എനർജി ഓക്കെ ഇൻ ബിറ്റ്വീൻ ദ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ പ്രോസസ്സ് ആർ നാച്ചുറലായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സ് പോലെ വളരെ കെയർഫുള്ളായിട്ട് എക്സ്ട്രീംലി സ്ലോ റേറ്റിൽ വിതൗട്ട് എനി ഹീറ്റ് ലോസ് അല്ലെങ്കിൽ അതുപോലെ റേഡിയേഷൻ വഴിയോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ വഴിയോ ഉള്ള ഹീറ്റ് ലോസ് ഇല്ലാതെ അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും അതിൻ്റെ അകത്തുള്ള ഓരോ സ്റ്റെപ്പിലും വളരെ മൈന്യൂട്ട് ഇൻഫിനിറ്റസിമൽ സ്മോൾ ചേഞ്ചിലൂടെ മാത്രമേ നമുക്ക് ആ പ്രോസസ്സുകൾ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് റിവേഴ്സിബിൾ കിട്ടുള്ളൂ. അല്ലാതെ നാച്ചുറലായിട്ടുള്ള ഓൾ ദ സ്പോണ്ടേനിയസ് നാച്ചുറൽ പ്രോസസ്സ് ആർ ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. നമുക്ക് വേണമെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സിനെ കുറച്ചുകൂടി ഒരു എന്താ പറയുക തെർമോഡൈനാമിക് ആയിട്ടുള്ള ഡെഫിനിഷനിൽ പറയാം. എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് വൺ ദാറ്റ് ഈസ് പെർഫോംഡ് ഇൻ സച്ച് എ വേ ദാറ്റ്
At the conclusion of the process, both the system and the local surroundings may be restored to their initial state without producing any changes in the rest of the യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ പ്രോസസ്സ്